ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ബിരിയാണി പോലൊരു മന്തിയുടെ റെസിപ്പി കണ്ടാലോ? ഒതന്റിക് മന്തിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണേ. താല്പര്യമുള്ളവർ മാത്രം കയറി കാണോ, അല്ലാത്തവർക്ക് ഒതന്റിക് മന്തീസിന്റെ ഒരുപാട് റെസിപ്പീസ് മറ്റ് പേജുകളിൽ കിടക്കുന്നുണ്ട്. സോ ഇഷ്ടപ്പെടുന്നവർ മാത്രം കാണാം കേട്ടോ. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ? ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഇംപെക്സിന്റെ ബിരിയാണി പോട്ടാണ്. ബിരിയാണി പോലൊരു മന്തിയല്ലേ, അതുകൊണ്ട് ബിരിയാണി പോട്ട് തന്നെ ചെയ്യാന്ന് കരുതി. ഈ ബിരിയാണി പോട്ടിനെ പറ്റി രണ്ട് വാക്ക് പറഞ്ഞോട്ടെ. നല്ല മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. വാങ്ങിച്ചിട്ട് കുറച്ചായെങ്കിലും ഞങ്ങൾ ഉപയോഗിക്കാതെ വെച്ചതായിരുന്നു, അതുകൊണ്ടാണ് ലിഡിന്റെ മുകളിൽ ഇങ്ങനെ ഒരു മങ്ങൽ. ഇനി ഇതിന്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ 4890, ഏകദേശം 5000 അടുത്തായിരുന്നു ഇതിന്റെ വില. ഇപ്പം ഇതിന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാക്ക് ടു അവർ ടോപ്പിക്, റെസിപ്പിയിലേക്ക് കടക്കാം. ബിരിയാണി പോലൊരു മന്തി ആയതുകൊണ്ട് തന്നെ ചിക്കൻ പീസസ് എല്ലാം ബിരിയാണി കട്ടാണ് ചെയ്യിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് മന്തി പോലൊരു ബിരിയാണി വേണ്ടതെങ്കിൽ ചിക്കൻ പീസസ് അൽഫാം കട്ട് ചെയ്തിട്ട് മസാല പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ കുറച്ചധികം നേരം വെച്ചാൽ മതി. ബിരിയാണി കട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ മസാല പിടിച്ചെടുക്കും. കഴുകി വൃത്തിയാക്കിയ ചിക്കൻ പീസസ് എല്ലാം ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിരത്തി വെച്ചു കൊടുക്കണം. ശേഷം ഒരു സ്ക്വയർ എടുത്ത് മസാല പിടിക്കാൻ വേണ്ടി ചിക്കനിലെല്ലാം കുത്തി കൊടുക്കണം. അങ്ങനെ ചിക്കന്റെ സ്കിന്നിലെല്ലാം ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. അളവുകളെല്ലാം നിങ്ങൾ എടുക്കുന്ന ചിക്കനനുസരിച്ചിരിക്കും. ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഇടാം. ഈ കാണുന്ന പാക്കറ്റ് കണ്ടോ, ഈ മന്തി മസാലയും മാഗി ക്യൂബും പെപ്പർ കോൺസും നമുക്ക് മന്തി കിറ്റിന്റെ കൂടെ കിട്ടിയതാണ്. അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കണ്ട മന്തി മസാലയുടെ പാക്കറ്റിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇടാം. മുഴുവനായിട്ട് ഇടരുത്, കാരണം ഒരു കുത്തൽ കൂടുതലായിരിക്കും. ബാക്കി മന്തി റൈസ് കുക്ക് ചെയ്യുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇത്രയും തന്നെ മതിയാകും. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാം. ഈ പാക്കറ്റിൽ കാണുന്ന പട്ട, ഗ്രാമ്പൂ, ചെറിയ ജീരകം, വലിയ ജീരകം, അങ്ങനെ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ശേഷം കുറച്ച് ക്യാപ്സിക്കം തരിതരിയായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് ഞാനൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടതാണ്. ഈ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തതിന് ശേഷം മന്തിയുടെ രുചി വേറെ ലെവൽ തന്നെയായിരുന്നു കേട്ടോ. ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതൊന്നും വേണ്ട. ബിരിയാണി പോലൊരു മന്തി എന്നല്ലേ പറഞ്ഞത്, അപ്പൊ അതിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു സാധനം കേട്ടോ ഈ മല്ലിയിലും പുതിനയിലും. അതും ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായി അരിയണേ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തത് മാഗി ക്യൂബാണ്. ഇതും സ്കിപ്പ് ചെയ്യരുത്. ചിക്കൻ സ്റ്റോക്കാണ്, സോ അതിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതൊന്ന് ഉടച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ ഉപ്പിന്റെ അളവും ഉണ്ടാവും, അപ്പൊ നോക്കിയിട്ട് മാത്രം പിന്നെ ഉപ്പ് ചേർത്താൽ മതി. നെക്സ്റ്റ് ഓയിലാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. മന്തിക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. ഇനി ഒരു മന്തി റെസിപ്പിയിൽ യൂസ് ചെയ്യാത്ത കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. റെഡ് ചില്ലി, മഞ്ഞൾപ്പൊടി, പിന്നെ മസാല ഐറ്റംസ് ഒക്കെ. ഈ വീഡിയോ തികച്ചും വെറൈറ്റി ആണെന്ന് ഇതിന്റെ മുന്നേ ഞാൻ പറഞ്ഞതാണ്. ഡിസ്ക്ലൈമർ ഉണ്ടായിട്ടും ഈ വീഡിയോ കാണാന്നുള്ള റിസ്ക് എടുക്കുന്നത് നിങ്ങളെ മാത്രം ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ്. പിന്നെ ഉപ്പ് നോക്കണം. മാഗി ക്യൂബ് നിങ്ങൾ എത്ര എണ്ണം എടുക്കുന്നുണ്ടോ, 2 എണ്ണം എടുക്കുന്നുണ്ടെങ്കിൽ ഉപ്പ് തീരെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഒരു പാക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഇനിയും സാൾട്ട് ആഡ് ചെയ്യണം. മെഷർമെൻ്റ് ഒന്നും പറയാത്തത് നിങ്ങളുടെ ചിക്കൻ്റെ അളവനുസരിച്ച്. നിങ്ങളൊക്കെ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആളുകളല്ലേ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ. അപ്പോൾ അവർക്കറിയാം അവർ വെക്കുന്ന ഈ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് ഉപ്പിൻ്റെ അളവും എരിവിൻ്റെ അളവും അവരവരുടെ ഇഷ്ടത്തിന് ഇടുക കേട്ടോ. ഇനി ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ബാച്ചിലേഴ്സോ അല്ലെങ്കിൽ ഈ ഒരു കുക്കിങ്ങിലേക്ക് ഫ്രഷേഴ്സായിട്ട് വന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരു ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ടീസ്പൂണല്ല, ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അളവ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ഇങ്ങനെയൊക്കെയല്ലേ കുക്കിംഗ് ഒക്കെ പഠിക്കുക. എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. തെറ്റുകൾ ചെയ്തിട്ട് നമുക്ക് ശരിയിലേക്ക് വരാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മന്തി കിറ്റ്. ഈ അരിയുടെ ഒപ്പമായിരുന്നു മസാലയും മാഗി ക്യൂബും പെപ്പർ കോൺസും ഒക്കെ ഉണ്ടായിരുന്നത്. മാരിനേറ്റ് ചെയ്ത ചിക്കൻ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം കേട്ടോ. ഇത് പുറത്തേക്ക് എടുത്ത ചിക്കനാണ്. അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തേക്ക് എടുത്തതാണ്. അപ്പം മസാല പെട്ടെന്ന് പിടിക്കും. ഫ്രിഡ്ജിലെ തണുപ്പിൽ നിന്ന് മാറി റൂം ടെമ്പറേച്ചർ ആയ ഉടനെ തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. പ്രത്യേകം നോട്ട് ചെയ്യണം, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമ്മുടെ റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം മാത്രം കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ചിക്കൻ സ്റ്റൗവിൽ കിടന്ന് വേവുന്ന സമയത്ത് നമുക്ക് അടുപ്പത്ത് അരി വേവിക്കാനിടാം. സ്റ്റൗവിൽ ഒരു 10 മിനിറ്റ് നേരം കൂടിയ ഫ്ലെയിമിലും അതിനുശേഷം കുറഞ്ഞ ഫ്ലെയിമിലും ആയിട്ട് ചിക്കൻ വേവിച്ചെടുക്കാം. തണുപ്പാണെങ്കിൽ അതൊന്ന് പെട്ടെന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ഫ്ലെയിം കൂട്ടിയിടുന്നതും പിന്നെ അതിനുശേഷം സ്ലോ കുക്ക് ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ സ്റ്റൗവിൻ്റെ സ്പീഡ് കുറയ്ക്കുന്നതും. ചിക്കൻ ഇവിടെ കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. ലിഡിൻ്റെ മുകളിലുള്ളത് ഞാനത് ക്ലോസ് ചെയ്തതാണ്. അവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു, അപ്പോൾ ആവി പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലോസ് ചെയ്തിട്ട് വേവിച്ചതാണ്. അപ്പോൾ ഇവിടെ സെറ്റപ്പായി വന്നിട്ടുണ്ട്. ഇനി റൈസ് നോക്കാം. റൈസും ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ബിരിയാണി പോലത്തെ മന്തിയല്ലേ വേണ്ടത്, അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. റൈസ് വേവിക്കുന്ന കാര്യം പറഞ്ഞു തരാം.
റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ വെള്ളം വെച്ചു, ഒരു പ്രശ്നവുമില്ല. കാരണം ഇത് നമ്മൾ ഊറ്റിയെടുക്കുന്നതാണ്. എനിക്ക് മറ്റേതുപോലെ അറിയില്ല, നമ്മൾ കോഴിക്കോടൻ ബിരിയാണി വെക്കുന്ന പോലെ പറ്റിച്ചെടുക്കാനൊന്നും അറിയില്ല ആ ഒരു അളവ്. ഇനി ചെയ്ത് റെഡി ആയിട്ട് വരണം. കാരണം എൻ്റെ വീട്ടിലെ അമ്മ ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ട് എന്നെ അടുപ്പിക്കാറില്ല. സോ ഇനി ഞാനൊന്ന് വെച്ച് നോക്കണം. ഇനി കുറച്ച് അലങ്കോലപ്പണികളാണ്. റൈസ് വേവിക്കുമ്പോൾ ഇട്ട കുറച്ച് സ്പൈസസ് ഓൾറെഡി അതിലുണ്ട്. അതിൽ ഉണങ്ങിയ നാരങ്ങയും ഏലക്ക, പട്ട, ഗ്രാമ്പു, സർവ്വസുഗന്ധി ഇതെല്ലാം ഇട്ടിട്ടാണ് വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിലേക്കാണ് അരി ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇറക്കി വെക്കാം. ഇവിടെ എല്ലാവർക്കും സ്പൈസി ഫുഡിനോടാണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പച്ചമുളക് അതിലേക്ക് ഇറക്കി വെക്കുന്നത്. കൂടാതെ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു ഷോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് അറിയാമെന്ന് നിങ്ങളെയും കൂടെ കാണിക്കണമല്ലോ. ഇനി മന്തിയെ ബിരിയാണി മോഡിലേക്ക് ആക്കണ്ടേ? അതിന് പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ചിക്കൻ്റെ സ്റ്റോക്ക്. നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചിട്ടില്ലായിരുന്നോ, ആ ഒരു സ്റ്റോക്കാണിത്. അതെടുത്ത് വെച്ചിട്ട് വേണം നമുക്ക് പിന്നെ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. കോഴിക്കോടൻ ദം ബിരിയാണി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യം ചിക്കൻ വെച്ച് അതിൻ്റെ മുകളിൽ ഒരു ലെയർ ചോറിട്ടതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു സ്റ്റോക്ക് ഒഴിച്ച് നെയ്യിൽ വറുത്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ മന്തിക്ക് ഇതൊന്നും വേണ്ട കേട്ടോ. ഇയാൾക്ക് നെയ്യുമായിട്ട് ഒരു ബന്ധവുമില്ല, ഓയിലാണ് ബെസ്റ്റ് ഫ്രണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്മോക്ക് ഇട്ട് കൊടുക്കാം. അതിനു വേണ്ടി കുറച്ച് കനലെടുത്തിട്ട് അതിലേക്ക് ഒരു തുള്ളി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുകയാൻ സ്റ്റാർട്ട് ചെയ്യും. അത് വേഗം എടുത്തിട്ട് നമ്മുടെ ബിരിയാണി പോട്ടിൽ വെച്ചിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ കുറച്ച് നേരം ആ സ്മോക്ക് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് നമ്മൾ ചെറിയൊരു എഫക്റ്റ് ഉണ്ടാവും. കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, ഹോട്ടലിൽ കിട്ടുന്ന പോലെയൊന്നും ഉണ്ടാവില്ല. കാരണം ചാർക്കോൾ കട്ട ലോക്കലാണ്. ദേ ഓയിൽ ഒഴിച്ചപ്പം കണ്ടോ പുകയാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി വെയിറ്റ് ചെയ്യരുത്, പെട്ടെന്ന് തന്നെ ബിരിയാണി പോട്ടിലേക്ക് ഇത് വെച്ച് കൊടുത്ത് ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്യണം. ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന ചാർക്കോളും നിങ്ങൾക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ ഇപ്പം അവൈലബിൾ ആയത് എടുത്തിട്ട് ഞാൻ അതിൽ വെച്ചെന്നേ ഉള്ളൂ. കുറച്ച് നേരം ഈ ചാർക്കോൾ അതിനകത്ത് കിടന്നോട്ടെ. എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ നേരം മാത്രം അതെടുത്ത് പുറത്തേക്ക് വെച്ചാൽ മതി. അപ്പം നമ്മൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് മന്തി കം ബിരിയാണി. മന്തി ആണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. ഒരു ട്രഡീഷണൽ യമനി ഡിഷിനെ പിടിച്ച് ഞാൻ ലോക്കൽ കോഴിക്കോടൻ മന്തി ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നോട് ക്ഷമിക്കണം, ഇത് കാണുന്ന ഒതന്റിക് മന്തി ലവേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടാവും. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു റെസിപ്പി. ഇപ്പൊ പുറത്തുനിന്ന് മന്തി കഴിച്ചാലും ഈ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല എന്നാണ് എൻ്റെ പരാതി കേട്ടോ. ഫ്രണ്ട്സിനും ഞാനിത് പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അവർക്കും ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.